15-ലെ 3-ാമത്തെ ശ്ലോകമാണ് ഇന്ന് വായിച്ച് അർത്ഥം പറയുന്നത്. അപ്പോൾ ശ്ലോകം വായിക്കാം. സാഖ്യതത്വത്തിനെ പറ്റി ഭഗവാൻ അമ്മയ്ക്ക് ഉപദേശിക്കുന്നതാണ് ഈ ശ്ലോകത്തിലും. പ്രകൃതി ഗതഗുണൗഖൈർനാജ്യതേ പൂരുഷോയം യദിതു സജരിതസ്യാം തദ്ഗുണാസ്തം ഫജേരൻ മദനു ഭജനതത്വാലോചനൈ സാപ്യപേയാത് കപിലതനിരിത്വം ദേവഹൂത്യൈ നഗാദീഹി. ഇതിൽ പ്രകൃതി ഗതഗുണൗഖൈർനാജ്യതേ, പ്രകൃതി ഗതഗുണ ഖൈർനാജ്യതേ, ആ പ്രകൃതി ഗുണങ്ങൾ, പ്രകൃതി എന്ന് പറഞ്ഞാൽ ആ മായയിൽ നിന്നുണ്ടാകുന്ന ഗുണങ്ങൾ, ഖൈർനാജ്യതേ, ആ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന യാതൊന്നിലും എന്ന് വെച്ചാൽ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്നതെന്ന് വെച്ചാൽ ജനനം, മരണം, വളർച്ച, സന്തോഷം, സങ്കടം എന്നിങ്ങനെയൊക്കെയുള്ള എല്ലാം ആ മായയിൽ നിന്നുണ്ടാകുന്നതാണ്. അങ്ങനെയുള്ള ഒന്നിലും നാജ്യതേ പൂരുഷോ അയം, പൂരുഷഃ അയം എന്നുവെച്ചാൽ പൂരുഷ അയം എന്ന് വെച്ചാൽ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ 24 തത്വങ്ങൾ ഈ കപില ഭഗവാൻ 24 തത്വങ്ങൾ അമ്മയ്ക്ക് ഉണ്ടെന്ന് അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. ആ 24 തത്വത്തിനും പുറത്തുള്ള ഒന്നാണ് പൂരുഷൻ എന്ന് പറയുന്നത്. ആ പൂരുഷ അയം, പൂരുഷോ അയം എന്ന് വെച്ചാൽ ആ പൂരുഷൻ എന്ന് വെച്ചാൽ പരബ്രഹ്മം. ഈ പ്രകൃതി ഗുണങ്ങൾ എന്ന് വെച്ചാൽ ഈ ആദ്യത്തെ വരി പറയുന്നത് മായയിലെ ഗുണങ്ങൾ എന്ന് വെച്ചാൽ പ്രകൃതിയിലെ ഗുണങ്ങളിൽ ഒന്നും തന്നെ ഈ പൂരുഷനെ ബാധിക്കുന്നില്ല എന്നാണ്. യദിതു സജതി തസ്യാം അവിടെ സജതി ആകട്ടെ, യദിതു സജതി തസ്യാം ഈ 24 തത്വങ്ങൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ ആ പൂരുഷ പറഞ്ഞ 24 തത്വങ്ങളെന്ന് പറഞ്ഞ തത്വങ്ങൾ ആ പൂരുഷ അയം, ആ പരബ്രഹ്മം, യദിതു ആ മായയുമായി ആസക്തി വന്നാൽ എന്നാണ്. മായയിൽ ആസക്തി വന്നാൽ എന്ന് വെച്ചാൽ ലൗകിക കാര്യങ്ങളിൽ ആസക്തി ഉണ്ടായാൽ തദ്ഗുണാസ്തം ഭജേരൻ പ്രകൃതിയിലെ ഗുണങ്ങളെ ഭജിക്കുക എന്നാണ്. മദനു ഭജനതത്വാം ലോചനൈ സാപ്യപേയാൽ, മദന് എന്ന് വെച്ചാൽ മദന് എന്നെ തന്നെ ഭജിക്കുക, മദനു ഭജന തത്വാം എൻ്റെ തത്വങ്ങളെപ്പറ്റി ആലോചിച്ച് സാപ്യ അറിയുക, ആ മായയെല്ലാം നശിച്ചുകൊള്ളും എന്ന് ഭഗവാൻ അമ്മയോട് പറയണമെങ്കിലും ഞാൻ തന്നെ ഭഗവാൻ എന്ന രൂപത്തിൽ തന്നെയാണ് അമ്മയോട് പറയുന്നത്. മദനു ഭജനതത്വാലോചനൈ സാപ്യപേയാത് കപിലതനുരിത്വം ദേവഹൂത്യൈ നഗാദി. കപിലതനു ആയി അവതരിച്ച തനുരിതിത്വം ഭഗവാൻ നിന്തിരുവടി ദേവഹൂത്യൈ നഗാദി അമ്മയോട് അമ്മയായ ദേവഹൂതിയോട് പറയുന്നു. മായയുടെ ഗുണങ്ങൾ ഒന്നും തന്നെ ആ പൂരുഷനെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ തത്വങ്ങളെ ആലോചിച്ചും എൻ്റെ തത്വങ്ങളെ പറ്റി അറിഞ്ഞും മദനു ഭജന എന്നെ ഭജിച്ചാൽ ആ മായ നശിച്ചുകൊള്ളും എന്നാണ് കപില ഭഗവാൻ അമ്മയോട് പറയുന്നത്. ഈ ശ്ലോകത്തിൽ ഇതാണ് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിൽ പറയുന്നത്. പ്രകൃതി ഗതഗുണൗഖൈർനാജ്യതേ പൂരുഷോയം യദിതു സജരിതസ്യാം തദ്ഗുണാസ്തം ഭജേരൻ മദനു ഭജനതത്വാലോചനൈ സാപ്യപേയാത് കപിലതനുരിത്വം ദേവഹൂത്യൈ നഗാദി.